ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ വയറ് കുറയാൻ വേണ്ടിയിട്ട് പ്രോട്ടീൻ കൂടുതൽ കഴിച്ച് കാർബോ കട്ട് ചെയ്യാണ് ചെയ്യേണ്ടത്. പ്രോട്ടീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മുട്ട, ഇറച്ചി, ചിക്കനും മുട്ടയൊക്കെ ധാരാളം കഴിക്കുക. കാർബോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പഴം, പച്ചക്കറി, ചോറ്, ചപ്പാത്തി, റവ എല്ലാം അത് കുറയ്ക്കുക. എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു മെയിൻ സംശയമാണ് മുട്ട എത്ര കഴിക്കാം, മാക്സിമം എത്ര കഴിക്കാം. മുട്ട മുഴുവൻ കഴിക്കണം. അതായത് പ്രോട്ടീൻ ഈസിക്കൽ ടു ഫാറ്റ് എന്നാണ് പറയുന്നത്. പ്രോട്ടീൻ എത്ര എടുക്കുന്നോ അത്രയും ഗ്രാം നമ്മൾ ഫാറ്റും കഴിക്കണം. അപ്പൊ മുട്ടയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 6 ഗ്രാം പ്രോട്ടീൻ ഉണ്ട്, 6 ഗ്രാം ഫാറ്റ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഉറപ്പായിട്ടും മഞ്ഞക്കുരു കൂട്ടിയേ കഴിക്കാവുള്ളൂ മുട്ടയിലെ. അപ്പൊ എത്ര കഴിക്കാം? ആ എത്ര കഴിക്കാമെന്നുള്ള ഉത്തരത്തിന് നമ്മുടെ ശരീരത്തിന് ഒരു സെൻസർ ഉണ്ട്. നമ്മുടെ ഒരാള് ഓക്കെ, നമ്മളിപ്പോ വീഡിയോക്കകത്ത് 5 മുട്ട കഴിക്കാം, 6 മുട്ട കഴിക്കാന്നല്ല പറയുന്നത്. ചിലർക്ക് 4 കഴിക്കായിരിക്കും, ചിലർക്ക് 8 കഴിക്കായിരിക്കും, ചിലർക്ക് 3 കഴിക്കായിരിക്കും, ചിലർക്ക് ഒരെണ്ണം കഴിക്കുമ്പോഴേ മടുക്കുമായിരിക്കും. അതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ നോക്കണം. നമ്മുടെ ശരീരത്തിൽ മെയിൻ ആയിട്ട് സെൻസർ ഉണ്ട്. നമ്മളൊരു മുട്ട കഴിച്ചു, 2 മുട്ട കഴിച്ചു, നമ്മൾ കഴിച്ചു, മൂന്നാമത്തെ മുട്ട കഴിക്കുമ്പോഴത്തേനും നമ്മൾ മടുക്കും. അതല്ലെങ്കിൽ ഒരു 3 മുട്ടയൊക്കെ കഴിച്ച് വയറ് നിറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മടുക്കും. അതിന്റെ മണം പോലും നമുക്ക് ഇഷ്ടപ്പെടില്ല. അവിടെയാണ് നമ്മുടെ സെൻസർ വർക്ക് ആകുന്നത്. ഇനി ഈ സെൻസർ എങ്ങനെ ചിലർക്ക് വർക്ക് ചെയ്യാതിരിക്കും നോക്കാം. നമ്മൾ മുട്ടയുടെ കൂടെ ചോറ്, ചപ്പാത്തി, അതായത് പ്രോട്ടീന്റെ കൂടെ നമ്മൾ കാർബോ മിക്സ് ചെയ്താൽ നമ്മുടെ ശരീരത്തിലെ സെൻസർ വർക്ക് ആകുകയില്ല. നമുക്ക് എത്ര വേണേലും കഴിക്കാം. അതുകൊണ്ട് നിങ്ങൾ മുട്ട കഴിക്കുമ്പോൾ നമ്മൾ തന്നെത്താനെ നമുക്ക് മുട്ട തന്നെ കഴിക്കുക. അത് എത്ര നിങ്ങൾക്ക് കഴിക്കാവോ അത്രയും കഴിക്കുക. അത് നമ്മുടെ ശരീരത്തിനറിയാം. വേറെ ആര് പറഞ്ഞു തരുന്നതിനെക്കാട്ടിൽ കൂടുതൽ നമ്മുടെ ശരീരത്തിനറിയാം നമുക്ക് എത്ര മുട്ട കഴിക്കണം എന്നുള്ളത്. അതുപോലെ തന്നെ നമ്മൾ മീറ്റ് കഴിക്കുവാണെങ്കിലും നമ്മൾ അതിന്റെ കൂട്ടത്തിൽ നമ്മൾ ചപ്പാത്തിയോ ചോറോ കൂട്ടിയിട്ടുണ്ടെങ്കിൽ മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിലെ സെൻസർ വർക്ക് ആകില്ല. ഇത് തന്നെ കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, പന്നീർ ചിക്കൻ നമ്മൾ കുറച്ച് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്ലേറ്റ് ഒക്കെ കഴിക്കുമ്പോഴേ നമ്മൾ മടുക്കും. എന്നാലോ നമ്മൾ അതിന്റെ കൂട്ടത്തിൽ ചോറോ ചപ്പാത്തിയോ ഒക്കെ കൂട്ടി കഴിച്ചിട്ടുണ്ടെങ്കിൽ എത്ര വേണേലും നമുക്ക് കഴിക്കാം. അതായത് നമ്മുടെ സെൻസർ സിസ്റ്റം പോവുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഈ സെൻസർ സിസ്റ്റം കളഞ്ഞിട്ടാണ് നമ്മൾ ഈ എന്നാ പറയുന്നത്, നമ്മൾ ഈ അച്ചാറും മുളകും ഒക്കെ കൂട്ടി നമ്മൾ ഓരോന്ന് കഴിയുമ്പോഴത്തേനും നമ്മൾ മിക്സിങ് ആവും. അങ്ങനെ സെൻസർ സിസ്റ്റം പോകും, നമ്മൾ കൂടുതൽ കഴിക്കും. അപ്പൊ നമ്മൾ മുട്ട എത്ര കഴിക്കണം എന്നുള്ളതിന്റെ ഉത്തരം നമ്മൾ മുട്ട തന്നെ എത്ര ഒരാൾക്ക് കഴിക്കാൻ പറ്റുമോ അത്രയും കഴിക്കാം. ഒരാളുടെ ശരീരത്തിൽ ഇപ്പൊ ജിമ്മിൽ പോകുന്ന ഒരാളാണ്, അയാളുടെ ശരീരത്തിൽ റിപ്പയറിംഗിന്റെ ആവശ്യമുണ്ട്, അല്ലെ വളരെ നിരുകൊച്ചാണ്, അവർ കൂടുതൽ കഴിക്കും. ആവശ്യമുള്ള അവർ കൂടുതൽ കഴിക്കാൻ പറ്റും, അവർക്ക് മടുപ്പില്ലാതെ കഴിക്കാൻ പറ്റും. ഇപ്പൊ നമുക്ക് അത് ഒരു ആവശ്യമില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് കഴിക്കുള്ളൂ. ചിലപ്പോൾ ഇന്നൊരു 2-3 നമുക്ക് കൂടുതൽ കഴിക്കാൻ പറ്റുമായിരിക്കും, പക്ഷെ ഇന്ന് നമ്മൾ കൂടുതൽ ജോലി ചെയ്തിരിക്കും. അപ്പൊ അത് ശരീരം കൃത്യമായിട്ട് നിങ്ങൾക്കത് ചെയ്തു തരും. ഓർക്കുക, നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പ് കുറയാൻ നമ്മൾ എക്സർസൈസിനൊപ്പം തന്നെ ഫുഡ് നോക്കണം. അപ്പൊ ഫുഡ് നോക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ വേണ്ട കാര്യമാണ് നമ്മൾ കഴിക്കേണ്ടത്. വേണ്ടാത്ത കാര്യം നമ്മൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് കാർബോ ഒക്കെ കൂടുതൽ കഴിച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറ്റുന്നറിയോ, നമ്മുടെ ഒരിക്കലും സെൻസർ, നമ്മുടെ കാർബോ തന്നെ കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സെൻസർ, അതായത് വിശപ്പ് തീരെയല്ല, നമ്മൾ വയറ് നിറഞ്ഞ് ശ്വാസം മുട്ടിയായിരിക്കും നമ്മൾ നിർത്തുന്നത്. അങ്ങനെ ശരീരത്തിന് വേണ്ട സാധനം കിട്ടിയാലേ ഉള്ളൂ ഈ സെൻസർ വർക്ക് ചെയ്തിട്ട് നമ്മുടെ വിശപ്പിന്റെ ഹോർമോൺ വർക്ക് ചെയ്തിട്ട് കൃത്യമായിട്ട് അത് സ്റ്റോപ്പ് ചെയ്യിപ്പിക്കുകയുള്ളൂ. നമ്മളൊക്കെ അറിയാം, നമ്മളിപ്പോ എന്താ പറയുന്ന ഒരു സസ്യാഹാരം തന്നെയുള്ള ഒരു ഫുഡ് മെനു നമ്മൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ധാരാളം കഴിച്ച് വയറ് നിറയും. വയറ് നിറഞ്ഞാലോ നമുക്ക് ശ്വാസം മുട്ടി കഴിഞ്ഞാൽ നമുക്ക് കഴിക്കണമെന്നുണ്ട്, പക്ഷെ നമ്മുടെ വയറിനിടയില്ലാത്തത് കൊണ്ട് നമ്മൾ കഴിക്കുന്നില്ല. അതിന്റെ കാരണം എന്താണെന്നറിയോ, ശരീരത്തിന് വേണ്ട സാധനം നമുക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് നമ്മുടെ വിശപ്പ് പോകാതെ. അത് ഇപ്പൊ പ്രോട്ടീൻ നമ്മൾ കഴിച്ചിട്ടുണ്ടല്ലോ, നമ്മൾ ഇപ്പൊ നല്ല വെളിച്ചെണ്ണയോ നെയ്യോ ഒക്കെ, ഇപ്പൊ നെയ്യൊക്കെ നമ്മുടെ ശരീരത്തിന് വേണ്ടതാണ്, നന്നായിട്ട് വേണ്ടതാണ്. നമ്മുടെ രോഗപ്രതിരോധ ശക്തിക്ക് വേണ്ടിയിട്ടും സെൽ മെമ്മറൻസിനൊക്കെ വേണ്ടിയിട്ടൊക്കെ നമുക്ക് നെയ്യൊക്കെ വേണ്ടതാണ്. അത് കുറച്ച് കഴിക്കുമ്പോഴത്തേനും അത് വേണ്ട സാധനമാണ്. വേണ്ടത് കുറച്ച് കഴിക്കുമ്പോഴത്തേനും ശരീരം നമുക്കത് സ്റ്റോപ്പ് ചെയ്യും. ആ സെൻസർ വർക്ക് ആക്കിയിട്ട് സ്റ്റോപ്പ് ചെയ്യും. ഈ കാർബോയുടെ കൂടെ മിക്സ് ചെയ്യുമ്പോഴാണ് ഓർക്കുക, കാർബോയുടെ കൂടെ, അതായത് ചോറിന്റെ കൂടെ ഒക്കെ മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ സെൻസർ വർക്ക് ചെയ്യല. വേണ്ട സാധനം അങ്ങനെ തന്നെ കഴിക്കാൻ നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വേണ്ടപ്പെട്ടവർ കൂടി ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. ഓക്കെ, ബൈ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.